ഡിസംബർ മാസം ഇങ്ങ് വന്നെത്തി. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മിക്സഡ് ഇമോഷനാണ് വരുന്നത്. പൊതുവെ നവംബർ അവസാനമാകുമ്പോൾ തന്നെ പലരും വീടുകളിൽ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസിന് നമ്മൾ വീടുകൾ അലങ്കരിക്കാനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നതുമാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പണ്ട് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു പെരുന്നാളായി ക്രിസ്മസ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒന്നാണ്. മറ്റാഘോഷങ്ങൾ ആ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു എങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു മാസം നീണ്ടു നിൽക്കുന്നുണ്ട്. യേശുകുഞ്ഞിന്റെ ജനനത്തെ ആഘോഷിക്കുന്നതിനായി ഡിസംബർ ആദ്യം മുതൽ ആളുകൾ വീടുകളിൽ നക്ഷത്രങ്ങൾ, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, ബെല്ല്, മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. യേശുകുഞ്ഞിന്റെ ജനനത്തെ ലോകമെമ്പാടും അറിയിക്കുന്നതിനായി ദേവാലയങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കരോളുകൾ ഇറങ്ങും. ക്രിസ്മസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. ക്രിസ്മസിനെ വരവേൽക്കാൻ വഴിയിൽ പലവിധ വർണ്ണങ്ങളുള്ള ബൾബുകൾ തൂക്കുന്നതും കാണാം. സൗഹൃദവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നതിനായി ആളുകൾ പരസ്പരം കേക്കുകൾ കൈമാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി ആളുകൾ വീട്ടിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത്? ക്രിസ്മസ് ട്രീയും പുൽക്കൂടിന്റെയും ക്രിസ്മസ് ബെല്ലിന്റെയും പിന്നിലുള്ള കഥകൾ എന്താണ്? എന്തിനാണ് ക്രിസ്മസ് കേക്കുകൾ കൈമാറുന്നത്? നമ്മൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പിറകിലെ കഥകൾ പലർക്കും അറിയില്ല. നമുക്ക് ഓരോന്നായി നോക്കാം. ക്രിസ്മസിന് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് നക്ഷത്രം. എന്തിനാണ് നക്ഷത്രങ്ങൾ തൂക്കുന്നത് എന്ന് നോക്കാം. വഴികാട്ടുന്ന വെളിച്ചം എന്നതിനെ റെപ്രസെന്റ് ചെയ്താണ് വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ കാണാനായി എത്തിയ ആട്ടിടയന്മാർക്ക് മാർഗദീപമായി മുന്നേ സഞ്ചരിച്ചത് ആകാശത്തിലെ നക്ഷത്രമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ നക്ഷത്രത്തിന്റെ അടയാളമായിട്ടും ആളുകൾ വീടുകളിൽ നക്ഷത്രം തൂക്കും. നക്ഷത്രം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴികാട്ടുന്ന ഒരു അടയാളമായിട്ട് കാണുന്ന പല സഭകളും ഉണ്ട്. അടുത്തത് ക്രിസ്മസ് ട്രീ ആണ്. ഇത് പ്രത്യാശയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇന്ന് വിപണികളിൽ നിന്നും പല വലിപ്പത്തിലുള്ളതും സൈസിലുള്ളതുമായ ട്രീകൾ കിട്ടും. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന പച്ചമരത്തിലും ബൾബുകളും ബെല്ലുകളും നക്ഷത്രങ്ങളും തൂക്കുന്നത് കാണാം. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് നിത്യഹരിത വൃക്ഷം ദൈവത്തിന്റെ മങ്ങാത്ത സ്നേഹത്തെയും നിത്യജീവനെയും പ്രതിനിധീകരിക്കുന്നു. ആ വൃക്ഷങ്ങളിൽ വെളിച്ചങ്ങൾ ചേരുമ്പോൾ അവ പലപ്പോഴും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചമായി കാണുന്നു. അടുത്തത് പുൽക്കൂടാണ്. യേശുകുഞ്ഞിന്റെ ജനനം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വീടുകളിൽ പുൽക്കൂട് ഒരുക്കുന്നത്. കന്യകമറിയാം യേശുകുഞ്ഞിനെ പ്രസവിക്കുന്നത് ബേത്ലഹേമിലെ ഒരു കുഞ്ഞു കാലിത്തൊഴുത്തിലാണ്. ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ടും എളിയവനായി ജനിച്ച യേശുകുഞ്ഞിന്റെ ജനനത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീടുകളിൽ പുൽക്കൂട് പണിയുന്നത്. ഈ പുൽക്കൂട്ടിൽ യേശുകുഞ്ഞിന്റെയും ജോസഫിന്റെയും മറിയത്തിന്റെയും രൂപങ്ങൾ വെക്കും. അതോടൊപ്പം മാലാഖമാരുടെയും ആട്ടിടയന്മാരുടെയും കാലിത്തൊഴുത്തിലെ മൃഗങ്ങളുടെയും രൂപങ്ങൾ വെക്കാറുണ്ട്. ഇത് അന്നത്തെ യേശുകുഞ്ഞുവിന്റെ ജനനം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പുൽക്കൂട് റെപ്രസെന്റ് ചെയ്യുന്നത് എളിമ, വിനയം, സ്നേഹം എന്നിവയാണ്. പിതാവാം ദൈവം തന്റെ പുത്രനായ യേശുകുഞ്ഞിന് പിറക്കാൻ ഈ പുൽക്കൂട് ഒരുക്കിയതിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചു നൽകുന്ന പാഠം മനുഷ്യൻ വിനയവും എളിമയും ഉള്ളവരായിരിക്കണം എന്നാണ്. അടുത്തത് ക്രിസ്മസ് ബെല്ലാണ്. സൗണ്ട് ഓഫ് ജോയ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ക്രിസ്തീയ ആരാധനകളിലും പ്രാർത്ഥനകളിലും മണികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആളുകളെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നതിലും വിശുദ്ധ നിമിഷങ്ങൾ അടയാളപ്പെടുത്തുന്നതിലും മണികൾ ഉപയോഗിക്കും. യേശുകുഞ്ഞിന്റെ ജനനം പ്രഖ്യാപിക്കുന്നതിനായി ആരാധനാലയങ്ങളിൽ പാതിരാ കുർബാനകളിൽ മണികൾ മുഴക്കാറുണ്ട്. ക്രിസ്മസ് ട്രീകളിലും വീടുകൾ അലങ്കരിക്കാനും ആളുകൾ മണികൾ ഉപയോഗിക്കും. അടുത്തത് ക്രിസ്മസ് കരോളാണ്. ക്രിസ്മസ് ദിവസങ്ങളോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ നിന്നും പലവിധ സംഘടനകളിൽ നിന്നും സംഘങ്ങളായി രാത്രിയിൽ കരോളുകൾ ഇറങ്ങുന്ന പതിവുണ്ട്. ഇത് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എല്ലാ വീടുകളിലും വന്ന് അറിയിക്കുന്നതിനാണ്. മനോഹരമായ ഗാനങ്ങൾ, കൊട്ട്, മണികൾ, നൃത്തം എന്നിവ കൊണ്ട് ആളുകൾ കരോളുകൾ ഭംഗിയാക്കാറുണ്ട്. കൂടാതെ കരോളിന് ഭംഗിയേകാൻ സാന്റയുടെ രൂപവും മുടിയും തൊപ്പിയും ധരിക്കാറുണ്ട്. അടുത്തത് ക്രിസ്മസ് സമ്മാനങ്ങളാണ്. ക്രിസ്മസ് സമ്മാനങ്ങൾ സ്നേഹത്തിന്റെ പ്രതീകമാണ്. യേശുകുഞ്ഞിനെ കാണാനെത്തിയ ആട്ടിടയന്മാർ സമ്മാനമായി സ്വർണം, മൂര്, കുന്തിരിക്കം എന്നിവ നൽകിയിരുന്നു. ഇതിന്റെ പ്രതീകമായിട്ടാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതിലൂടെ ആളുകൾ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം വളരുന്നുണ്ട്. കൂടാതെ സമ്മാനങ്ങൾ കൈമാറുന്നതിലൂടെ ആളുകൾ തമ്മിലുള്ള സ്നേഹവും ഊട്ടിയുറപ്പിക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ പിറകിലെ കഥകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.